ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ജൂൺ 1 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദിവാസി മേഖലയിൽ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയുണ്ട്. അതിൻ്റെ പേരാണ് കരുതൽ. പുതിയ പദ്ധതിയാണ്. ആദിവാസി മേഖലയിൽ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയാണെന്ത് കരുതലെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് പറമ്പിക്കുളം, നെല്ലിയാമ്പതി, അട്ടപ്പാടി എന്നീ സ്ഥലങ്ങളിലായിരിക്കും തുടക്കത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് കരുതൽ എന്ന് പറയുന്നത്. അത് ആദിവാസി മേഖലയിലാണ് കരുതൽ. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? SSCയുടെ ചെയർമാനായിട്ട് നിയമിതനായത് രാകേഷ് രഞ്ജനാണ്. രാകേഷ് രഞ്ജൻ നിയമനമാണ്. SSCയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാന്ന് വെച്ചാൽ രാകേഷ് രഞ്ജനാണ്. രാകേഷ് രഞ്ജൻ. അടുത്ത ചോദ്യം. ഫോബ്സ് മാസിക പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പട്ടികയിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരി അത് സാവിത്രി ജിൻഡാൾ. സാവിത്രി ജിൻഡാൾ. ഫോബ്സ് മാസിക പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പട്ടികയിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരിയാണ് സാവിത്രി ജിൻഡാൾ. സാവിത്രി ജിൻഡാൾ. അടുത്ത ചോദ്യം. ഖത്തർ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം. ഖത്തർ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യ മലയാളി താരമാണ് തഹസിൻ ജംഷീദ്. തഹസിൻ ജംഷീദാണ് ഖത്തർ ഫുട്ബോൾ ടീമിൽ എത്തുന്ന ആദ്യ മലയാളി താരം. അടുത്ത ചോദ്യം. 2024 മെയ്യിൽ അന്തരിച്ച ഡിസ്നിയുടെ മേരി പോപ്പിൻസ് അടക്കമുള്ള ക്ലാസിക് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഗാനരചയിതാവ് അത് റിച്ചാർഡ് എം ഷെർമാനാണ്. റിച്ചാർഡ് എം ഷെർമാൻ. 2024 മെയ്യിൽ അന്തരിച്ച ഡിസ്നിയുടെ മേരി പോപ്പിൻസ് അടക്കമുള്ള ക്ലാസിക് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഗാനരചയിതാവ് റിച്ചാർഡ് എം ഷെർമാനാണ്. റിച്ചാർഡ് എം ഷെർമാൻ. അടുത്ത ചോദ്യം. മുത്തൂറ്റ് ബ്ലൂ എന്നറിയപ്പെടുന്ന മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായ ബോളിവുഡ് നടൻ. മുത്തൂറ്റ് ബ്ലൂ എന്നറിയപ്പെടുന്ന മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായ ബോളിവുഡ് നടനാണ് ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാനാണ് മുത്തൂറ്റ് ബ്ലൂ എന്നറിയപ്പെടുന്ന മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ. അടുത്ത ചോദ്യം. നമ്മൾ ജൂൺ 1 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടതായിരുന്നു ജൂൺ 1 പ്രത്യേകത. അതെന്താണ്? ലോക ക്ഷീരദിനം. ലോക ക്ഷീരദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജൂൺ 1. ലോക ക്ഷീരദിനം ജൂൺ 1. അടുത്തത് 9ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി. 9ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി അമേരിക്ക, വെസ്റ്റ് ഇൻഡീസാണ്. 9ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി വെസ്റ്റ് ഇൻഡീസ്. അടുത്തത്. ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെടുന്ന ആദ്യ മുൻ US പ്രസിഡന്റ്. ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെടുന്ന ആദ്യ മുൻ US പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ്. അടുത്തത്. അതൊരു നിയമനമാണ്. കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് അത് ഡോക്ടർ KK സജു. ഡോക്ടർ KK സജു ആണ് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം. IIT റൂർക്കി തയ്യാറാക്കിയ ഉരുൾപൊട്ടൽ, ഭൂകമ്പം എന്നിവയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്ന ആപ്പ്. IIT റൂർക്കി തയ്യാറാക്കിയ ഉരുൾപൊട്ടൽ, ഭൂകമ്പം എന്നിവയെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന ആപ്പാണ് ഭൂദേവ്. ഭൂദേവ്. അടുത്ത ചോദ്യം. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന ആനുറ്റി പദ്ധതിയാണ് ജീവാനന്ദം. അതായത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് മാസാമാസം ഒരു നിശ്ചിത തുക മാറ്റിവെക്കുകയും റിട്ടയർമെൻറ്റിന് ശേഷം ഇവർക്ക് മാസാമാസം ഈ തുക എന്ത് ചെയ്യും? തിരിച്ചു നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണെന്ത്? ജീവാനന്ദം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം.
ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി വഹിക്കുന്ന മൂന്നാമത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി വഹിക്കുന്ന മൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അപ്പോൾ നരേന്ദ്രമോദി ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആയ വർഷമാണ് 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത് 2014. അപ്പോൾ ഇതിനു മുമ്പ് മൻമോഹൻ സിംഗിൻ്റെ റെക്കോർഡിനെയാണ് മോദിജി മറികടക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത് നമ്മളുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ മോദിജി 2014 ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആവുന്നത്. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി വഹിക്കുന്ന മൂന്നാമത്തെ പ്രൈം മിനിസ്റ്റർ പദവിയിലേക്ക് നരേന്ദ്രമോദിജി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വനിതാ ഏകദിന ക്രിക്കറ്റിൽ 100 വിക്കറ്റ് നേട്ടം വേഗത്തിൽ സ്വന്തമാക്കുന്ന താരം. വനിതാ ഏകദിന ക്രിക്കറ്റിൽ 100 വിക്കറ്റ് നേട്ടം വേഗത്തിൽ സ്വന്തമാക്കുന്ന താരമാണ് സോഫി എക്ലസ്റ്റൺ. സോഫി എക്ലസ്റ്റൺ ആണ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ 100 വിക്കറ്റ് നേട്ടം ഏറ്റവും വേഗത്തിൽ സ്വന്തമാക്കിയ താരമായിട്ട് മാറിയത്. അടുത്തത്, സ്ത്രീകളിലെ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ. സ്ത്രീകളിലെ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് RL ബീന. RL ബീന. എന്താണ്? സ്ത്രീകളിലെ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം അല്ലേ, ആ ഒരു കണ്ടെത്തലിനാണ് RL ബീനയ്ക്ക് പേറ്റന്റ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത്, ചെറുകിട നിക്ഷേപകർക്ക് സർക്കാർ കടപ്പത്രങ്ങൾ വാങ്ങാനും വിൽക്കാനുമായിട്ട് റിസർവ് ബാങ്ക് അവതരിപ്പിച്ച മൊബൈൽ ഫോൺ ആപ്പ് അങ്ങനൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് RBI റീറ്റെയിൽ ഡയറക്റ്റ് ആണ് അറിയപ്പെടുന്നത്. RBI റീറ്റെയിൽ ഡയറക്റ്റ്. ചെറുകിട നിക്ഷേപകർക്ക് സർക്കാർ കടപ്പത്രങ്ങൾ വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏത്? RBI റീറ്റെയിൽ ഡയറക്റ്റ്. RBI റീറ്റെയിൽ ഡയറക്റ്റ്. ഓക്കെ, താങ്ക് യു.